സാന്നിധ്യം കൊണ്ട് അത്ഭുതങ്ങൾ തീർക്കുന്ന മനുഷ്യൻ, സാന്നിധ്യം കൊണ്ട് അത്ഭുതങ്ങൾ തീർക്കുന്ന ഒത്തിരിയേറെ മനുഷ്യരുണ്ട്. ഇന്ന് സുവിശേഷത്തിൽ നാം കാണുന്നു സാന്നിധ്യം കൊണ്ട് അത്ഭുതങ്ങൾ തീർത്ത ഒരമ്മ, പരിശുദ്ധ കന്യാമറി. ഒരുപക്ഷെ ഈ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ മനസ്സിലേക്ക് വരേണ്ട ആദ്യത്തെ ചോദ്യം ഇത് തന്നെയാണ്: ഞാൻ എൻ്റെ സാന്നിധ്യം കൊണ്ട് ജീവിതത്തിൽ അത്ഭുതങ്ങൾ തീർക്കുന്ന മനുഷ്യനാണോ എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ എങ്ങനെയൊക്കെ എവിടെ എൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നെന്ന് മനസ്സിലാക്കണമെങ്കിൽ ജീവിതത്തിലെ ഓരോ ദിവസവും കടന്നു പോകുന്ന ദിനങ്ങളിലേക്ക് നോക്കി കണ്ണുപിടിച്ചാൽ മതി. നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ എപ്പോഴും ഇല്ലെങ്കിൽ ഇടയ്ക്കെങ്കിലും ഒക്കെ വല്യപ്പച്ചനെ അല്ലെങ്കിൽ വല്യമ്മച്ചയെ കാണാനായി മക്കളെയും കൂട്ടിക്കൊണ്ട് പോകാറുണ്ട്. മക്കളെയും കൂട്ടിക്കൊണ്ട് വല്യപ്പച്ചനെയും വല്യമ്മച്ചയും കാണാൻ പോകുമ്പോൾ നമ്മളുടെ സാന്നിധ്യം നൽകുന്ന ഒരു പ്രചോദനമുണ്ട്. വർഷത്തിൽ ഒരിക്കലോ 2 വർഷമോ ഒക്കെ കൂടുമ്പോൾ വിദേശത്ത് നിന്ന് ഭർത്താവും അപ്പനോ ഒക്കെ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ ഒരു സാന്നിധ്യത്തിന്റെ പ്രതീതിയുണ്ട്. അത് എന്തിന്റെ സാന്നിധ്യമാണെന്നുള്ളതാണ്. ഓരോ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി കഴിഞ്ഞ് തിരികെ ഭവനത്തിലേക്ക് മടങ്ങി വരുമ്പോൾ ഒരുപക്ഷെ ഭാര്യയുടെയോ ഭർത്താവിന്റെയോ മക്കളുടെയോ ഒക്കെ മുഖത്തുണ്ടാകുന്ന എന്റെ സാന്നിധ്യം കൊണ്ടുണ്ടാകുന്ന ഒരു വ്യത്യാസമുണ്ട്. ചില മനുഷ്യരെയൊക്കെ നമ്മൾ ദൂരെ നിന്ന് കാണുമ്പോൾ, നടന്നു വരുന്നത് കാണുമ്പോൾ അറിയാതെ പുഞ്ചിരിച്ചു പോകാറുണ്ട്. കാരണം ദൂരെ നിന്ന് വരുന്നത് കാണുമ്പോഴേ ചിരിച്ചു തുടങ്ങും. ചില മനുഷ്യർ അതേപോലെ ദൂരെ നിന്ന് വരുന്നത് കാണുമ്പോഴേ മുഖത്തിന്റെ ഭാവം മാറി തുടങ്ങും. ദൂരെ നിന്നാണ് അടുത്തെത്തുമ്പോൾ ഞാൻ അന്നേരം വരെ സംസാരിച്ചുകൊണ്ടിരുന്ന സംസാര വിഷയം മാറുകയാണ്. സാന്നിധ്യത്തിന് ഒത്തിരിയേറെ പ്രത്യേകതകളുണ്ട്. നടന്നു വരുമ്പോൾ ഉള്ളിന്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു വീർപ്പുമുട്ടലുണ്ട്. വെറുപ്പും വിദ്വേഷവും ഇങ്ങനെ കടന്നു വരിക. മുൻപ് എപ്പോഴോ സംഭവിച്ച കാര്യങ്ങൾ ഇങ്ങനെ പുകഞ്ഞുകൊണ്ടേയിരിക്കുക. ഇതാണ് സാന്നിധ്യത്തിന്റെ. എന്റെ സാന്നിധ്യം കൊണ്ട് മറ്റുള്ളവന് സന്തോഷമാണോ സങ്കടമാണോ, അവന്റെ പ്രത്യാശയൊക്കെ നശിപ്പിച്ചു കളയുന്നതാണോ അതോ സന്തോഷമാണോ നൽകുന്നതെന്നുള്ള ഒരു ചോദ്യമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ മനസ്സിലുണ്ടാകുന്ന കാര്യം. ജീവിക്കുന്ന ദിവ്യവചനം, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ, ലൂക്കാ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിലുള്ള വായന. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവൾ സക്രിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. അവൾ ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാനുള്ള ഈ ഭാഗ്യം എനിക്കിവിടെ നിന്നാണ്. ഇതാ നിന്റെ അഭിവാദന സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച്